Good afternoon. Good afternoon. കേൾക്കാൻ പറ്റുന്നില്ലേ? Good afternoon, ma'am. Good afternoon. Good afternoon. എല്ലാവർക്കും good afternoon കേട്ടോ. ഓക്കെ. പ്രയർ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. പ്രയർ ചെയ്യാനായിട്ടില്ലേ? ഞാൻ പാടാമോ? പ്രിയ ചെയ്യോ പ്രയർ? പാടാം. ഓക്കെ. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാശങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണങ്ങളാൽ ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശു ക്രിസ്തുവും നബി അല്ലാഹും എല്ലാമേകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാശങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഏകണേ ഞങ്ങൾക്കെപ്പോഴും. താങ്ക് യു. ഓക്കെ. സൈൻ ഇൻ ചെയ്യുന്നുണ്ടോ? സൈൻ ഇൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെയാ പറഞ്ഞു നിർത്തിയത്? ലഹാൻ, എവിടം വരെ എടുത്തത് കഴിഞ്ഞ ക്ലാസ്സില്? ഞാൻ പുറത്താണ് സേ, വീട്ടിലെത്താനാവണുള്ളൂ. പുറത്ത്. ആരെങ്കിലും ഒരാൾ പറയൂ, എവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്? ഡെവലപ്മെന്റ് പ്രൊഫൈല് ആയിരുന്നില്ലേ എടുത്തോണ്ടിരുന്നത്? ഓർമ്മയില്ല. ആരും ഉണ്ടായിരുന്നില്ലേ ക്ലാസ്സില്? അത് തുടങ്ങിയില്ല അമ്മ. തുടങ്ങിയിട്ടില്ല, കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞുള്ളൂ. ഓക്കെ.
ഓക്കെ, ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. ഡെവലപ്മെന്റ് പ്രൊഫൈല്. അശ്മി മോൾ ആന്റണി, അശ്മി മോൾ കേൾക്കുന്നുണ്ടോ? Yes, ma'am. വീട്ടിലുണ്ടോ? ഫ്രീ I അല്ലേ? am. അതൊന്ന് വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ, ഇൻട്രൊഡക്ഷൻ ഡെവലപ്മെന്റ് പ്രൊഫൈലിന്റെ. Okay, ma'am. Unit 5, Development Profile. It is difficult to give marks on how well a child can run or on how many complex sentences a child can speak. In the report card, you will state the improving stage of this child in all the facets of development. This will help the parents confirm what they have themselves been observing and also help the parents pinpoint in which aspects their child needs more guidance through support, assistance, and environment. This type of report card of the child is called a development profile of the child. Development profile. അത് വായിക്കണമേ. വായിച്ചു. Development profile. It is a description of the ability in terms socio-emotional development, physical development, cognitive development, creative expressions. അതിന് മുമ്പ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, മതി. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ആ ഇൻട്രൊഡക്ഷന്? ഓക്കെ മാം. അതായത് ഇതിൽ പറയുന്നത് ഇപ്പൊ ഒരു കുട്ടി എത്ര മാർക്ക് ഒരു കുട്ടിക്ക് എങ്ങനെയാണ് കോംപ്ലക്സ് സെന്റൻസസ് സംസാരിക്കാൻ പറ്റുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മാർക്ക് ഇടാന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ റിപ്പോർട്ട് കാർഡിൽ ഓൺലി അതായത് കുട്ടിയുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഓരോ സ്റ്റേജിൽ എത്ര ഡെവലപ്മെന്റ് എന്ന് മാത്രം സ്റ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ ഇത് പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ കുട്ടിയുടെ ഓരോ സ്റ്റേജസും ഒബ്സർവ് ചെയ്യാനും അതുപോലെ എന്തൊക്കെ കാര്യങ്ങളിലാണ് ആ കുട്ടിക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ടത്, ഏതൊക്കെ ആസ്പെക്ട്സിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ എൻവയോൺമെന്റിലാണ് ആ കുട്ടിക്ക് ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് മോട്ടിവേഷൻ ഒക്കെ കൊടുക്കേണ്ടതെന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള റിപ്പോർട്ട് കാർഡാണ്. അങ്ങനത്തെ റിപ്പോർട്ട് കാർഡിനെ പറയുന്നതാണ് ഡെവലപ്മെന്റ് പ്രൊഫൈൽ ഓഫ് ദ ചൈൽഡ് എന്ന് പറയുന്നത്. അതിൽ മെയിൻ ആയിട്ട് ഒരു കുട്ടിയുടെ സോഷ്യൽ ഇമോഷൻസിനെ കുറിച്ചുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവും, ഫിസിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ബുദ്ധിപരമായ കാര്യങ്ങൾ, അതുപോലെ ലാംഗ്വേജ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും ആ ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ കുട്ടിയുടെ ഉണ്ടായിരിക്കും. അപ്പൊ അത് കാണുമ്പോൾ ആ പാരന്റ്സിന് ഹെൽപ്പ് ചെയ്യും. അതായത് എങ്ങനെയാണ് ആ കുട്ടീനെ ഏതൊക്കെ രീതിയിലാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ സ്റ്റേജസിലാണ് ആ കുട്ടിക്ക് ഗൈഡൻസ് കൊടുക്കേണ്ടത്, അതോ ഇനി ഒരു സ്റ്റേജ് ഇപ്പോൾ സോഷ്യൽ ഇമോഷൻസ് കൂടുതലാണ് പക്ഷെ ഫിസിക്കൽ ഡെവലപ്മെന്റ് കുറവാണ്, അപ്പൊ കമ്പയർ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് സാധിക്കും ആ റിപ്പോർട്ട് കാർഡ് നോക്കുമ്പോൾ. അങ്ങനത്തെ ഒരു പ്രൊഫൈലിന് പറയുന്നതാണ് ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതായത്
ഒരു കുട്ടിയുടെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആ കുട്ടി എത്ര കോംപ്ലക്സ് സെന്റൻസുകളാണ് ആ കുട്ടി പറഞ്ഞത്, ഇതിനൊക്കെ നമുക്ക് മാർക്ക് കൊടുക്കാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അപ്പോ റിപ്പോർട്ട് കാർഡ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കുട്ടിയുമായിട്ട് കണക്ട് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കുന്നതാണ് എന്ത് റിപ്പോർട്ട് കാർഡ് എന്ന് പറയുന്നത്. ഈ റിപ്പോർട്ട് കാർഡില് കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റ് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ റിപ്പോർട്ട് കാർഡ് ഉണ്ടെങ്കിൽ പാരന്റ്സിനായാലും അതുപോലെ തന്നെ ടീച്ചേഴ്സിനാണെങ്കിലും അവന്റെ ഡേ ടു ഡേ ലൈഫിൽ, അതായത് കുട്ടി ഓരോ ദിവസവും സ്കൂളിൽ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവന്റെ എന്താണ് ലേണിംഗ് മെത്തേഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ടെങ്കിൽ അത് ഡോക്യുമെന്റ് ചെയ്യാനായിട്ട് റിപ്പോർട്ട് കാർഡാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ റിപ്പോർട്ട് കാർഡ് എന്ന് പറഞ്ഞാൽ പാരന്റ്സിനും ഹെൽപ്ഫുൾ ആണ്, അതുപോലെ തന്നെ ടീച്ചേഴ്സിനും ഹെൽപ്ഫുൾ ആണ്. കാരണം ഒരു കുട്ടിയുടെ പല തരത്തിലുള്ള ഡെവലപ്മെന്റ്, അത് അവരുടെ ലേണിംഗ് മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റഡിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, മറിച്ച് അവരുടെ ഓവറോൾ ഡെവലപ്മെന്റിനെ രേഖപ്പെടുത്തി വെക്കാനായിട്ട് റിപ്പോർട്ട് കാർഡ് സഹായിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാവും, മിക്ക ആളുകൾക്കും ഉണ്ടാവും കേട്ടോ. ഇല്ല, ആർക്കും ഇല്ല റിപ്പോർട്ട് കാർഡ് തന്നിട്ടില്ല സ്കൂളിൽ നിന്ന്? ഉണ്ട് മാം. ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ഷോണിമ അതിനകത്ത് ഉണ്ടാവുന്ന ഇൻഫോർമേഷൻസ് എന്തൊക്കെയാ? അതില് ഇവർക്ക് റിപ്പോർട്ട് കാർഡ് എന്ന് പറയുന്നത് ഇവരൊരു ആപ്പ് ഉണ്ട്, ഭവൻസിന്റെ ഒരു ആപ്പ് ഉണ്ട്. അപ്പൊ അതിലാണ് നമുക്ക് റിപ്പോർട്ട് കാർഡ്സ് വരുന്നത്. അതിപ്പോ 3 months കൂടുമ്പോ ടേം വൈസ് ആണ് വരുന്നത്. അപ്പൊ അതില് ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഇവരിപ്പോ മോനിപ്പോ KG ആയതുകൊണ്ട് ആ രീതിയിലാണ് അവന്റെ ആക്ടിവിറ്റീസ്, പിന്നെ അവന്റെ ലാംഗ്വേജ് ഡെവലപ്പ്, അത് ഓരോരോ സ്റ്റേജസ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ടാവും. ഫസ്റ്റ് ആക്ടിവിറ്റീസ് കൊടുക്കും, ലാംഗ്വേജ് ഡെവലപ്മെന്റ് എത്ര ഇംപ്രൂവ് ആയി, പിന്നെ ലിറ്ററസി, ന്യൂമറസി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കാറ്റഗറി ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിങ്ങനെ കൊടുത്തു വന്നിട്ടുണ്ടാവും. അപ്പൊ അതില് അവർ ചെയ്യുന്ന പിക്ചേഴ്സ് അടക്കം അവരതിൽ പോസ്റ്റ് ചെയ്യും. ഓരോരോ ആൾക്കാരുടെയും ഓരോരോ കുട്ടികളുടെയും അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിന്റെ പിക്ചേഴ്സ്, വീഡിയോസ്, പിന്നെ അത് നമുക്ക് കാണാൻ പറ്റും ഇവരെന്തൊക്കെയാണ് അവിടെ ചെയ്തത്, പിന്നെ അവരെ റൈറ്റിംഗ് സ്കിൽ എത്ര ഇംപ്രൂവ് ആയി, പിന്നെ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരെങ്ങനെ പേഴ്സണലി അവർ മീൻസ് അവരെ ഓരോരോ സ്വഭാവങ്ങൾ ഉണ്ടാവുമല്ലോ, അതടക്കം അതില് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിലിങ്ങനെ എക്സീഡിങ് അങ്ങനെയാണ് അവർ കൊടുത്തിട്ടുണ്ടാവുക. ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നു, ഇംപ്രൂവ് ആണ്. അപ്പൊ അങ്ങനെ ആ ഒരു കാറ്റഗറി ബേസ്ഡായിരിക്കും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇവിടെ ഉള്ളത്. ഷോനിമ പറഞ്ഞത് എല്ലാരും കേട്ടല്ലോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ കമ്പ് ചെയ്യാം. ഓക്കെ ആണ്. ഓക്കെ, ഇനി താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഷോണിമ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് താഴെയും കൊടുത്തിരിക്കുന്നത്. ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, അതില് ആദ്യം വരുന്നതാണ് സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്. അതായത് കുട്ടിയുടെ സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ വൈകാരികപരമായിട്ടുള്ള വികാസങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യമാണ് സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ്, ദെൻ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തിലുണ്ടാകും? ഡെവലപ്മെന്റ് പ്രൊഫൈൽ അഥവാ റിപ്പോർട്ട് കാർഡിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇനി എന്താണ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പ്രീ നമ്പർ സ്കിൽസ്, പ്രീ റൈറ്റിംഗ് സ്കിൽസ്, ബേസിക് കൺസെപ്റ്റ്സ് സച്ച് ആസ് എ കളർ ആൻഡ് ഷേപ്പ് കൺസെപ്റ്റ്. അതായത് കുട്ടി എഴുതുന്നതിനും അതുപോലെ തന്നെ നമ്പേഴ്സ് ഒക്കെ കൗണ്ട് ചെയ്യുന്ന, അതായത് പഠിക്കുന്നതിനൊക്കെ മുമ്പായിട്ട് കുഞ്ഞുങ്ങളെ നമ്മൾ ചില ആക്ടിവിറ്റികൾ കൊടുക്കാറുണ്ട് അല്ലെ? ഇപ്പൊ പ്രീ റൈറ്റിംഗ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും, നിങ്ങൾ പ്രാക്ടിക്കലി വന്നവർക്കറിയാം. പ്രീ റൈറ്റിംഗ് ബോർഡ് ചെയ്തിട്ടുണ്ടോ? ആ ഒരു മെറ്റീരിയൽ കണ്ടായിരുന്നോ? ക്ലാസ്സിൽ കണ്ടായിരുന്നു അല്ലെ? പ്രീ റൈറ്റിംഗ് ബോർഡ്. പ്രീ റൈറ്റിംഗ് ബോർഡ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങള് അവരുടെ എഴുതുന്നതിന് മുമ്പായിട്ട് അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ്, അവരുടെ ഫിംഗർ മസിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രീ റൈറ്റിംഗ് ബോർഡ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ അത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ എന്തൊക്കെയാണ്? അതാണ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പ്രീ നമ്പർ സ്കിൽസ്, അതായത് കുഞ്ഞുങ്ങൾ കൗണ്ട് ചെയ്യാൻ, നമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുഞ്ഞുങ്ങൾ കൗണ്ട് ചെയ്യാനായിട്ട് പഠിക്കുന്നു അല്ലെ? പിന്നെ അതുപോലെ തന്നെ ബേസിക് കൺസെപ്റ്റുകൾ, അതായത് ഷേപ്സ്, അതായത് പലതരത്തിലുള്ള ഷേപ്സ് നമുക്കറിയാം. ജോമെട്രിക്കൽ സോളിഡ്സ് അഥവാ ജോമെട്രിക്കൽ ഷേപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടതാണ് ക്ലാസ്സിൽ.
അതിനകത്ത് പലതരത്തിലുള്ള ഷേപ്സുകൾ ഉണ്ട് അല്ലെ. ഓവോയിഡ് ഉണ്ട്, എലിപ്സോയിഡ് ഉണ്ട്, അതുപോലെ തന്നെ ക്യൂബ് ഉണ്ട്, ക്യൂബോയിഡ് ഉണ്ട്, ഓക്കെ, പിന്നെ പിരമിഡ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പല ഷേപ്സുകളെ കുറിച്ച് കുട്ടികൾക്ക് അവയർനെസ് കിട്ടാനും അവയുടെ കളറുകൾ, പലതരത്തിലുള്ള കളറുകൾ നിങ്ങൾ കണ്ടതാണ്. പ്രൈമറി കളർ ഉണ്ട്, സെക്കൻഡറി ഉണ്ട് അല്ലെ. അപ്പൊ സെക്കൻഡറി കളർ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. കണ്ടതല്ലേ സെക്കൻഡറി കളേഴ്സ് 22 എണ്ണം? ഓർമ്മയുണ്ടോ? ഇല്ല. ആ, ഓക്കെ. അപ്പൊ പലതരത്തിലുള്ള കളറുകളെ കുറിച്ചും പലതരത്തിലുള്ള ഷേപ്സിനെ കുറിച്ചും കുട്ടികൾക്ക് അവയർനെസ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ് ആണ് ഇത് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ലിസ്ണിംഗ് സ്കിൽ ആൻഡ് ഓറൽ എക്സ്പ്രഷൻ, അതായത് കുട്ടികൾക്ക് കേൾക്കാനുള്ള കഴിവ്, ഇനി കേട്ട കാര്യങ്ങൾ പറയാനുള്ള കഴിവ്, വേർഡ്സ് ഉപയോഗിക്കാനുള്ള കഴിവ്, ഇതൊക്കെയാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ വരുന്നത്. ലാസ്റ്റ് വൺ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ആണ്. ക്രിയേറ്റീവ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള കഴിവുകൾ, മ്യൂസിക്കിലുള്ള ടാലന്റ്, അതായത് പാട്ട് പാടാനുള്ള കഴിവ്, ഡ്രോയിങ് അതായത് പെയിന്റിങ് ചെയ്യാനുള്ള കഴിവ്, ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാനുള്ള കഴിവ്, റോൾ പ്ലേ ചെയ്യാനുള്ള കഴിവ്, അതുപോലെ തന്നെ സ്ട്രോങ് പോയം അല്ലെങ്കിൽ ഗെയിം ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ്. ഇത്തരത്തിലുള്ള കഴിവുകൾ അല്ലെങ്കിൽ സ്കില്ലുകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിലാണ് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഒരു സാമ്പിൾ മാം ഇവിടെ മോന്റെ ഇതില് 20 കാറ്റഗറിയാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചോട്ടെ അത്. കാണിച്ചോളൂ. നല്ല കാര്യം. ഒന്ന് ഷോ ചെയ്യാമോ? റീഡിങ് ആൻഡ് റീഡിങ് വരുന്നുണ്ട്. വീഡിയോ ഓൺ ചെയ്യാമോ? കേൾക്കുന്നുണ്ടോ മാം? വീഡിയോ ഓൺ ചെയ്യാമോ? കാണിക്കാൻ പറ്റുമോ? എനിക്കത് പറ്റുന്നില്ല മാം. ഇല്ല അല്ലേ? ഓക്കെ, എന്നാ ഇല്ല. പറഞ്ഞു. ഞാനത് നോക്കി പക്ഷെ ആവുന്നില്ല അത്. ഓക്കെ. ഓക്കെ. റീഡിങ് വരുന്നുണ്ട് ഫസ്റ്റ് കാറ്റഗറി. അതില് അവര് ഫോണിക്സ് എങ്ങനെ യൂസ് ചെയ്യുന്നു, ഫോണിറ്റിക്കലി അവരെങ്ങനെ അത് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലവര് ഫ്ലുവൻസി, കോൺഫിഡൻസി, അത് റീഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ്, അങ്ങനെയൊക്കെ ആ ഒരു കാറ്റഗറി അവർ ചെയ്യുന്നത്. പിന്നെ റൈറ്റിംഗ്, പിന്നെ റീഡിംഗ് കോംപ്രഹെൻസേഷൻ, റൈറ്റിംഗ് കോംപ്രഹെൻസേഷൻ, ആർട്ട്, മ്യൂസിക്, ഡാൻസ്, റീസണിങ് സ്കിൽസ്, ഒബ്സർവേഷൻ സ്കിൽസ്, എക്സ്പ്ലോറിംഗ് സ്കിൽസ്, ക്രിയേറ്റീവ് സ്കിൽസ്, ജോമെട്രി, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, സെൻസോറിയൽ സ്കിൽസ്, കൗണ്ടിങ് സ്കിൽസ്, മാനേജിങ് ആൻഡ് ഫീലിംഗ് ബിഹേവിയർ, മേക്കിംഗ് റിലേഷൻഷിപ്പ്, സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് അവെയർനെസ്, ഹെൽത്ത് ആൻഡ് സെൽഫ് കെയർ, മൂവിങ് ആൻഡ് ഹാൻഡ്ലിംഗ്. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കാറ്റഗറീസ്. ഓക്കെ. ഓക്കെ. ഇപ്പൊ ഇവിടെ ഒരു സാമ്പിൾ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളതെന്ന് കേട്ടോ. കുട്ടിയുടെ പേര്, കുട്ടിയുടെ ഏജ്, പിന്നെ അഡ്രസ്, ടെലിഫോൺ നമ്പർ, പിന്നെ അതുപോലെ തന്നെ ഫാദേഴ്സ് നെയിം ആൻഡ് ഒക്യുപ്പേഷൻ, ഫാദറിന്റെ പേരും അതുപോലെ തന്നെ ജോലിയും, പിന്നെ അതുപോലെ തന്നെ മദേഴ്സ് നെയിം ആൻഡ് ഒക്യുപ്പേഷൻ, പിന്നെ ചൈൽഡ് വെയിറ്റ്, കുട്ടിയുടെ വെയിറ്റ് എത്രയാണ്, കുട്ടിയുടെ ഹൈറ്റ് എത്രയാണ്, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, അതായത് ഇവിടെ രേഖപ്പെടുത്തി വെക്കോട്ടെ ഏത് തരത്തിലാണ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. ഇപ്പൊ ക്രിയേറ്റീവ് എക്സ്പ്രഷനിൽ കുട്ടിക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ടെങ്കിൽ അവിടെ സിംഗിങ് മ്യൂസിക് എന്നായിരിക്കും രേഖപ്പെടുത്തി വെക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? നിങ്ങൾ ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്താൽ മതി. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് പ്രൊഫൈൽ ഒന്ന് തയ്യാറാക്കുക കേട്ടോ. ഈ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഞാനിപ്പോ ഇവിടെ നോക്കിയ കഴ്സർ പിടിച്ചിട്ടുണ്ട്. ഇത്രയും വിവരങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എഴുതണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ താഴേക്കുള്ളതൊന്ന് വായിച്ചോളൂ കേട്ടോ. ടൈം ടേബിൾ ഒന്ന് റീഡ് ചെയ്തോളൂ. ടൈം ടേബിൾ റീഡ് ചെയ്തോളൂ കേട്ടോ.
ഓക്കെ, ഷോനിമ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ വായിച്ചിട്ട്? യെസ് മാം. പലതരം സ്കൂളിൽ ഉണ്ടാവുന്ന സബ്ജക്റ്റുകളും ആക്ടിവിറ്റീസും ബേസ് ചെയ്തിട്ട് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു ഷെഡ്യൂൾ ബേസ്ഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. ടൈം ടേബിൾ ഒരു വീക്കിലേക്കാണ് അത് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. ഒരു വീക്കിലത്തെ ആക്ടിവിറ്റീസും സബ്ജക്ട് ബേസിൽ പോകേണ്ട കാര്യങ്ങളാണ് ഒരു ടൈം ടേബിളിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഒരു സ്കൂളിന്റെ പ്രവൃത്തി അത് സിസ്റ്റമാറ്റിക്കലി സ്റ്റിക്ക് ഓൺ ചെയ്ത് മൂവ് ചെയ്യണമെങ്കിൽ നല്ലൊരു ടൈം ടേബിൾ ആവശ്യമാണ്. ഒരു സ്കൂള് നല്ലൊരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഒരു പെർഫോമൻസ് കീപ്പ് ചെയ്യണമെങ്കിൽ ടൈം ടേബിളിന്റെ ആവശ്യം വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. ടൈം ടേബിളിനെ സ്കൂളിന്റെ സെക്കൻഡ് ക്ലോക്ക് എന്നാണ്. അപ്പോൾ അതിന്റെ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ടൈം ടേബിൾ. അപ്പോൾ ടൈം ടേബിളിന് സ്കൂളിന്റെ സെക്കൻഡ് ക്ലോക്ക് എന്നാണ് അവർ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ടൈം ടേബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഡീറ്റെയിൽഡ് പ്ലാൻ ഷോയിങ് ദ ഷെഡ്യൂൾ ഓഫ് ടൈം അലോക്കേഷൻ ടു വേരിയസ് സബ്ജക്ട് ആൻഡ് ആക്ടിവിറ്റീസ്. അതായത് സ്കൂളിലുള്ള പലതരത്തിലുള്ള സബ്ജക്റ്റുകൾ, പലതരത്തിലുള്ള ആക്ടിവിറ്റീസ്, അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ടൈം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഡീറ്റെയിൽ പ്ലാൻ ആണ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. അതായത് ഓരോ ആക്ടിവിറ്റീസിനായാലും ഓരോ സബ്ജക്റ്റിനായാലും ഇന്ന സമയം എന്ന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഡീറ്റെയിൽ പ്ലാനിനെയാണ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു വീക്കിലേക്കായിരിക്കും, പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യാണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എല്ലാ സ്കൂളുകളിലും അവരുടെ വർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണമെങ്കിൽ ടൈം ടേബിൾ ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു സ്കൂളിന്റെ മികച്ച രീതിയിലുള്ള പ്രവർത്തനം ടൈം ടേബിളിനെ ആശ്രയിച്ചാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൈം ടേബിളിനെ സ്കൂളിന്റെ സെക്കൻഡ് ക്ലോക്ക് ആയിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണ്. അപ്പൊ ചിലപ്പോ ചോദ്യമൊക്കെ വരാം കേട്ടോ, ക്വസ്റ്റ്യനൊക്കെ വരാം. സെക്കൻഡ് ക്ലോക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ടൈം ടേബിളിനെയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കണ്ടന്റ് ഓഫ് എ ടൈം ടേബിൾ, അതൊന്ന് ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? കണ്ടന്റ്, സമീറ MT റീഡ് ചെയ്യാമോ? കണ്ടന്റ് ഓഫ് എ ടൈം ടേബിൾ. ആരാ പറയുന്നേ? ഓക്കെ, പറഞ്ഞു. കണ്ടന്റ് ഓഫ് എ ടൈം ടേബിൾ, ടൈം ഓഫ് ബിഗിനിങ് ആൻഡ് എൻഡിങ് ഓഫ് ദ സ്കൂൾ ഡേ. അതായത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ട്, ഒരു ടൈം ഉണ്ട്. ടൈം ഓഫ് ഇൻസെപ്ഷൻ ആൻഡ് എൻഡിങ് ഓഫ് ഈച്ച് പീരീഡ്, ഓരോ പീരീഡും എൻഡ് ചെയ്യുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതുമായിട്ടുള്ളൊരു ടൈം ഉണ്ട്. പിന്നെ സബ്ജക്ട് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ്, അതായത് ഒരു സ്പെസിഫിക് പീരീഡ് ഏത് സബ്ജക്ട് ഏത് ആക്ടിവിറ്റി ആണ് അവിടെ ഇതായിട്ടുള്ളത് വെച്ചെങ്കിൽ അതിനായിട്ടുള്ളൊരു ടൈം ടേബിൾ ഉണ്ട്. ഡേയ്സ് ഓൺ വിച്ച് ഈച്ച് സബ്ജക്ട് ആൻഡ് ഈച്ച് ആക്ടിവിറ്റി ഈസ് ടു ബി ഹാൻഡിൽഡ്, അതായത് ഏത് ഡേയ്സിൽ ഇപ്പൊ ഇന്ന ദിവസം ഏത് സബ്ജക്റ്റ് ആണോ ഏത് ആക്ടിവിറ്റി ആണോ ഹാൻഡിൽ ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. പിന്നെ നെയിംസ് ഓഫ് ദ ടീച്ചേഴ്സ് ഇൻ ചാർജ് ഓഫ് ഈച്ച് ഡിവിഷൻ ഓഫ് ഈച്ച് സ്റ്റാൻഡേർഡ്, അപ്പൊ ഏത് ഡിവിഷനിൽ ഏത് ക്ലാസ്സിൽ ഏത് സ്റ്റാൻഡേർഡിൽ ഏത് ടീച്ചറാണോ അവരുടെ നെയിം കറക്റ്റ് ആയിട്ട് അവിടെ ടൈം ടേബിൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. റൂം ഇൻ വിച്ച് ഈച്ച് ക്ലാസ് മീറ്റ്, അതായത് ക്ലാസ് മീറ്റ് ഏത് ക്ലാസ്സിൽ വെച്ചിട്ടാണോ നടത്തേണ്ടത്, ഏത് റൂമിൽ വെച്ചിട്ടാണോ നടത്തേണ്ടത് അതിനെ കുറിച്ചിട്ടുള്ളൊരു ഇതുണ്ടായിരിക്കും. ഡീറ്റെയിൽസ് റെസ്പെക്ടിങ് ദ റീസസ് പീരിയഡ്സ്, സപ്പോസ് അതായത് ഇടവേളകൾ ഇടവേളകളിലൊക്കെ എങ്ങനെയാണോ അത് ഡീറ്റെയിൽസ് ആയിട്ട് അങ്ങനെ എന്തൊക്കെ കാര്യം ഡിസ്കസ് ചെയ്യണമെങ്കിൽ അതിനെ കുറിച്ചിട്ടൊരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ കണ്ടന്റ് ഓഫ് എ ടൈം ടേബിൾ എന്ന് പറയുന്നത് ആദ്യം തന്നെ സ്കൂളിൽ തുടങ്ങുന്ന ടൈം, അതായത് ബിഗിനിങ് ടൈം എപ്പോഴാണ്, സ്കൂളിന്റെ എൻഡിങ് ടൈം എപ്പോഴാണ്, ആ ഒരു കറക്റ്റ് വിവരം ടൈം ടേബിളിൽ ഉണ്ടാകും. സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 9 o'clock മോർണിംഗ്, എൻഡ് ചെയ്യുന്നത് 4 o'clock ആ ഒരു വിവരം ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഓരോ ടൈം ഓഫ് ഇൻസെപ്ഷൻ ആൻഡ് എൻഡിങ് ഓഫ് ഈച്ച് പീരീഡ്, ഓരോ പീരീഡും അവസാനിക്കുന്ന സമയം, അതായത് ഓരോ പീരീഡും എത്ര സമയമാണ്. നമുക്കറിയാം എല്ലാ പീരീഡ്സും കൊടുക്കുന്നത് 3/4 മണിക്കൂറാണ് അല്ലെ? അങ്ങനെയാണോ?
നിങ്ങളുടെ അറിവിൽ എങ്ങനെയാണ്? അരമണിക്കൂറൊക്കെ ഉണ്ടോ? അല്ല, 3/4 മണിക്കൂർ തന്നെയാണ്. 3 മണിക്കൂറാണ് അല്ലെ, 45 മിനിറ്റ്സ് ആണ്. അപ്പൊ ഓരോ പീരീഡിനും ഉള്ള ടൈം ഇപ്പോഴാണ്. പിന്നെ അതുപോലെ തന്നെ സബ്ജക്ട് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫേർഡ് ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ്. ഓരോ പീരീഡിലും എന്തൊക്കെ സബ്ജക്റ്റുകളാണ് പഠിപ്പിക്കേണ്ടത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ള വിവരങ്ങൾ ഉണ്ടാകും. ഡേയ്സ് ഓൺ വിച്ച് ഈച്ച് സബ്ജക്ട് ഈച്ച് ആക്ടിവിറ്റി ഈസ് ടു ബി ഹാൻഡിൽഡ്. ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ സബ്ജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യണം, ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ള വിവരങ്ങൾ ഉണ്ടാകും. The names of the teachers in charge of each division of each standard. അതായത് ഓരോ ക്ലാസ്സുകളിലെ ക്ലാസ് ടീച്ചർമാരുടെ പേരുകള്, അവർ ഏതൊക്കെ ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നു, ഏതൊക്കെ ഡിവിഷൻസിലാണ് അവർ പഠിപ്പിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ദ റൂം ഇൻ വിച്ച് ഈച്ച് ക്ലാസ് മീറ്റ്സ്, അതായത് ഏതൊക്കെ റൂമുകളാണ്, എവിടെയൊക്കെയാണ് ക്ലാസ് മീറ്റ്സ് നടത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ ഡീറ്റെയിൽസ് റെസ്പെക്ടിങ് ദ റിസസ് പീരീഡ്സ്, അതായത് ഫ്രീ പീരീഡുകൾ ഉൾപ്പെടെ, അതായത് ഇന്റർവെൽ ഉൾപ്പെടെയുള്ള വിവരങ്ങള് ഈ ഒരു ടൈം ടേബിളിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ടൈപ്സ് ഓഫ് ടൈം ടേബിൾ ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. മൈൻഡിൽ റീഡ് ചെയ്താൽ മതി, അത് ഞാൻ ഒരാളെ കൊണ്ട് വായിപ്പിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, പാർട്ട് 4 ഇതും കൂടിയല്ലേ ഉള്ളൂ, കംപ്ലീറ്റ് ആയില്ലേ? ഈ ഒരു ചാപ്റ്ററും കൂടിയല്ലേ ഉള്ളൂ? അല്ലേ? എന്താണൊന്നും മിണ്ടാത്ത ചോദിച്ചിട്ട്? ഈ ഒരു ചാപ്റ്ററല്ലേ ഉള്ളൂ, ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും എടുത്തിട്ടില്ലേ? എന്താണ്? ഗുഡ് മാനേഴ്സ് ഗുഡ് മാനേഴ്സ് എടുത്തായിരുന്നു. ഗുഡ് മാനേഴ്സ് മിൽറോസ് മാം എടുത്തു തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല മാം. നോട്ട് ചെയ്തിട്ടില്ലേ? ഏതൊക്കെ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഞാനിപ്പോ പാർട്ട് 1 ഫസ്റ്റ് തുടങ്ങി 5 വരെയാണ് നിൽക്കുന്നത്. ഇനി പാർട്ട് 4 ഉള്ള ബാക്കി ചാപ്റ്റേഴ്സ്, അതായത് 6 തുടങ്ങി 10 വരെയുള്ള ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിനകത്ത് ഏതെങ്കിലും മിസ്സായിട്ടുണ്ടോ? ഏതെങ്കിലും എടുക്കാനുണ്ടോ ഇനി? ഒന്ന് നോക്കിക്കോട്ടെ മാം. ഒന്ന് നോക്കിക്കൊള്ളോട്ടെ നിങ്ങൾ, എന്നിട്ട് നമുക്കിത് നോക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ക്ലാസ് അവസാനിക്കാൻ പോകുന്ന സമയമാണ്, മിസ്സാവാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. മാം സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം എടുത്തോന്ന് ചോദിക്കോ? എനിക്ക് ഞാനിവിടെ നോട്ട് ചെയ്തിട്ട് കാണുന്നില്ല, ഞാൻ ക്ലാസ് കയറിയിട്ടാണോന്ന് അറിയില്ല. എടുത്തു. ഞാനൊന്ന് സ്ക്രോൾ ചെയ്യാം, സ്ക്രോൾ ചെയ്യാം കേട്ടോ. പരിചയം ഉണ്ടോന്ന് നോക്കൂ കേട്ടോ. നോക്കിയേ, സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം എടുത്തു അല്ലേ? എടുത്തു. മിൽറോസ് മാം അല്ലേ എടുത്തത് സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം? എടുത്തു. പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വേരിയസ് കൈൻഡ്സ് 7 അത് മിൽറോസ് മാം എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്ററാണ്. എടുത്തോണ്ടിരിക്കുന്നു. ഓക്കെ. ദെൻ 8ാമത്തെ ചാപ്റ്റർ ഗുഡ് മാനേഴ്സ് ആണ്. 8ാമത്തെ ചാപ്റ്റർ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു, എന്റെ മാർക്ക് ചെയ്തിട്ടില്ല. മിൽറോസ് മാം എടുത്തെന്ന് തോന്നുന്നു. അതെടുത്തതാണ്. ഓക്കെ. Then unit 9 supervising and reporting. മിൽറോസ് മാം എടുത്തു. ഓക്കെ. Then 10 man and environment. അത് മിൽറോസ് മാം എടുത്തു. അപ്പൊ എല്ലാരും എടുത്തു. ഇനി ആ 5 ആണ്, പിന്നെ 7ഉം 5ഉം കംപ്ലീറ്റ് ആവാനുണ്ട്. അതായത് ഇപ്പൊ ഞാൻ എടുക്കുന്ന ചാപ്റ്ററും മിൽറോസ് മാമിന്റെ 7th ചാപ്റ്ററും ആണ് കംപ്ലീറ്റ് ആവാനുള്ളത്. ശരിയാണോ? ഓക്കെ.
ഓക്കെ, ടൈം ടേബിൾ റീഡ് ചെയ്തോളൂ കേട്ടോ. ടൈപ്സ് ഓഫ് ടൈം ടേബിൾ റീഡ് ചെയ്തോളൂ. വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യണേ. നമുക്കൊരു 10 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നില്ലേ? അതിൽ തന്നിട്ടുണ്ടോ അല്ലേ? ടീച്ചേഴ്സിന്റെയും ഒക്കെ ടൈം ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നല്ലോ. ആരാണ്? ഞാനോ? ഞാനല്ലോ. 10 ദിവസം തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അത് നിങ്ങൾ ചെയ്തായിരുന്നോ? ഞാൻ ചെയ്തിട്ടില്ല. ചെയ്യും. വൈവേ ആകുമ്പത്തിന് ചെയ്യും. ഇപ്പൊ ചെയ്തിട്ടില്ല. അത് ചാപ്റ്റർ റീഡ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഒരു ഐഡിയ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, എന്താണ് ക്ലാസ് ടൈം ടേബിൾ. ഒരാളൊന്ന് വായിക്കാമോ? വായിക്കാത്ത ആള് വായിക്കുക കേട്ടോ. വായിക്കാത്ത ആളുകൾ വായിക്കുക. സമീറ വായിക്കൂ. സമീറ വായിച്ചിട്ടില്ലല്ലോ. സമീറ. മിസ്, ടൈപ്സ് ഓഫ് ടൈം ടേബിൾ ആണോ? അതെ, ടൈപ്സ് ഓഫ് ടൈം ടേബിൾ. Types of timetable. A school should have at least 3 timetables. Class timetable. This is meant for the classes. This will show the dissemination of subjects. There should be a general timetable showing class-wise distribution of subjects. Teacher's timetable. Every teacher should have a copy of his timetable of his work. This timetable will show the class in which he is to teach in a specific period. A consolidated teacher's timetable should be available with the headmaster. Master timetable. This is the consolidated timetable for the whole
school. This will give a complete picture of the work of a school. It should be available with the headmaster. It will be him who teaches a particular class in a given period and what subject he teaches. From this, the headmaster can know whether a teacher is having leisure or work at a particular point of time. More to the above, it is better to prepare and maintain different timetables such as teacher's leisure timetable, activities timetable, room timetable, homework timetable. ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ടൈം ടേബിളിൽ എ സ്കൂൾ ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 3 ടൈം ടേബിൾസ്. സ്കൂളിന് ചുരുങ്ങിയത് 3 ടൈം ടേബിൾ എങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അത് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. ഒരു സ്കൂളിന് എത്ര ടൈം ടേബിൾ വേണം? കുറഞ്ഞത് എത്രയെണ്ണോ വേണ്ടേ? 3 അല്ലേ? ഓക്കെ. അപ്പൊ അതിനകത്ത് ആദ്യത്തേതാണ് ക്ലാസ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. ദിസ് ഈസ് മെന്റ് ഫോർ ദ ക്ലാസ്സസ്. This will show the dissemination of subject. Dissemination means spread ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു വ്യാപനം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. There should be a general timetable showing class wise distribution of subject. അതായത് ക്ലാസ് ടൈം ടേബിൾ എന്ന് പറയുന്നത് ക്ലാസ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അതായത് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ സബ്ജക്റ്റുകൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു, ഓരോ പീരീഡ്സിലും ഏത് സബ്ജക്റ്റുകളാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് ക്ലാസ്സിന് മൊത്തമായിട്ട് കൊടുക്കുന്ന ടൈം ടേബിൾ ആണ്. അതായത് ഓരോ ക്ലാസ്സിനും വ്യത്യസ്തമായിരിക്കുമല്ലോ കേട്ടോ. എല്ലാ ക്ലാസ്സിനും ഒരുപോലെയാണോ ടൈം ടേബിൾ കൊടുക്കുന്നേ ഒരു സ്കൂളില്? ആണോ? എല്ലാ ക്ലാസ്സിനും ഒരുപോലെയാണോ ടൈം ടേബിൾ കൊടുക്കുന്നേ? അല്ല. വ്യത്യസ്തമാണ്. ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് വ്യത്യാസം വരും സബ്ജക്റ്റുകൾക്ക് അല്ലെ? ഓക്കെ. അപ്പൊ ഒരു ക്ലാസ്സിലേക്കായിട്ട് കൊടുക്കുന്ന ടൈം ടേബിൾ ആണെന്ത് ക്ലാസ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. അതായത് പീരീഡുകൾ ഇത്ര പീരീഡുകളാണ്. അതായത് രാവിലെ 10 മണി തൊട്ട് 10:45 വരെ ഇന്ന പീരീഡ്, പിന്നീട് അതിനുശേഷം 10:45 തുടങ്ങി 11 വരെ ഇന്ന പീരീഡ്, അങ്ങനെ ഓരോ പീരീഡ്സും എന്താണ് കൊടുത്തിരിക്കുന്ന ഒരു ടൈം ടേബിൾ ആണ് ക്ലാസ് ടൈം ടേബിൾ. ക്ലാസ് ടൈം ടേബിൾ നമുക്കറിയാം ക്ലാസിന്റെ നമ്മുടെ വോളിലുണ്ടല്ലോ, ഭിത്തിയില് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ക്ലാസ് ടൈം ടേബിൾ. ക്ലിയർ ആണല്ലോ? മനസ്സിലാവുന്നില്ലേ പറയുന്നത്? ഓക്കെ. അടുത്തത് ടീച്ചേഴ്സ് ടൈം ടേബിൾ ആണ്. എവറി ടീച്ചർ ഷുഡ് ഹാവ് എ കോപ്പി ഓഫ് ഹിസ് ടൈം ടേബിൾ ഓഫ് ഹിസ് വർക്ക്. This timetable will show the class in which he is to teach in a specific period. A consolidated teacher's timetable should be available with the headmaster. ഓക്കെ. ടീച്ചേഴ്സ് ടൈം ടേബിൾ എന്ന് പറയുന്നത് എല്ലാ ടീച്ചേഴ്സിനും അവരുടെ ടൈം ടേബിളിന്റെ ഒരു കോപ്പി കയ്യിൽ ഉണ്ടാവുന്ന പറയുന്നത്. അതായത് അവരെടുക്കുന്ന ജോലി, അതായത് അവർ ഏതൊക്കെ പീരീഡ്സ് ഏതൊക്കെ ക്ലാസ്സുകളിലാണ് എടുക്കുന്നത്, അങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു കോപ്പി അവരുടെ കയ്യിൽ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ ഇതുമായിട്ട് ഇത് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ കുറച്ചും കൂടി വ്യക്തമാവും. അതായത് ഇപ്പോ ഞാനൊരു ടീച്ചറാണ്, നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ, സ്മാർട്ട് സിറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറാണ്. അപ്പൊ എനിക്ക് അറിയണം, അതായത് ഞാൻ ഒരാഴ്ച ഒരു വീക്കിലേക്കാണല്ലേ നമ്മൾ പ്ലാൻ ചെയ്യുക. അപ്പൊ ഈ ഒരു വീക്ക് ഏതൊക്കെ ക്ലാസ്സിലാണ് ഞാൻ കയറേണ്ടത്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങള് വ്യക്തമായിട്ട്, അതായത് ഏതൊക്കെ ക്ലാസ്സുകളിലാണ് ഞാൻ ക്ലാസ് എടുക്കേണ്ടത്, ഇന്ന് മൺഡേ ആണ്, ഏതൊക്കെ ക്ലാസ്സുകളിലാണ് എനിക്കുള്ളത്, അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഏതൊക്കെ ക്ലാസ്സുകളിലേക്കാണ് ഞാൻ കയറേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് എന്റെ പക്കല് അതിന്റെ ഒരു കോപ്പി ഉണ്ടാവും. അതുപോലെ തന്നെ ഏത് പീരീഡ്, അതായത് ഏത് സമയത്താണ് ഏത് ക്ലാസ്സിലാണ് ഞാൻ കയറേണ്ടതെന്നും കൂടി ഉണ്ടാവും. ഓക്കെ. ഏത് ക്ലാസ്സും മാത്രമല്ല, അത് ഏത് സമയത്താണെന്ന് ഉണ്ടാവും. ഇപ്പൊ ഞാൻ നിങ്ങൾ MT10 ആണ്, നിങ്ങളുടെ ടൈം വരുന്നത് 12 to 1 ആണ് അല്ലെ? അപ്പൊ മൺഡേ ഞാൻ 12 to 1 നിങ്ങളുടെ ക്ലാസ്സിൽ കയറണം അല്ലെ? അപ്പൊ അതിന്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു കോപ്പി എന്റെ കയ്യിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോ ഏതൊക്കെ ക്ലാസ് ആണ്, ഇപ്പൊ മൺഡേ എനിക്ക് 3 ക്ലാസ് ഉണ്ട്. രാവിലെ ഇപ്പൊ MT13 ഉണ്ടായിരുന്നു, 10:30 തുടങ്ങി 11:30 വരെ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോ MT10 ഉണ്ട്, 12 തൊട്ട് 1 മണി വരെ. ഇനി ഉച്ചയ്ക്ക് ശേഷം HA17 ഉണ്ട്, HA23 ഉണ്ട്, അത് 1:30 തുടങ്ങി 2:30 വരെയാണ്. അങ്ങനെ 3 ക്ലാസ് ആണ് ഇന്ന് എനിക്ക് അലോക്കേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു കോപ്പി അല്ലെങ്കിൽ ഒരു ഡയറി എന്റെ കൈവശം ഉണ്ടാകും. ഓക്കെ. മനസ്സിലായോ? ഏതൊക്കെ പീരീഡ് ഏതൊക്കെ സമയത്താണെന്ന് ആ ടീച്ചർക്ക് വ്യക്തമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കുന്നതിന് ടീച്ചേഴ്സ് ടൈം ടേബിള് സഹായിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ
ഒരു കോപ്പി, അതായത് ഈ ഒരു ടീച്ചേഴ്സ് ടൈം ടേബിളിന്റെ ഒരു കോപ്പി ഹെഡ് മാസ്റ്ററിന്റെ പക്കലും ഉണ്ടാകും. അതായത് ഞങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ഒരു ഹെഡ് ഉണ്ട്, നിങ്ങൾക്ക് അറിയോന്നറിയില്ല, നിഷ മിസ് എന്നാണ് ഹെഡിന്റെ പേര്. ജിഷ ടീച്ചർ അല്ല കേട്ടോ, നിഷ മിസ്. നിങ്ങള് കോൺവെക്കേഷൻ വരുമ്പോ കാണാനായിട്ട് പറ്റും. അപ്പൊ മിസ്സാണ് ഇവിടുത്തെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഹെഡിന്റെ കയ്യിൽ അറിയാൻ പറ്റും, അതായത് ഇവിടെ ഇപ്പൊ 10-13 ടീച്ചേഴ്സ് ഉണ്ട്. ഈ 13 ടീച്ചേഴ്സിന്റെ ടൈം ടേബിള് ഹെഡിന്റെ കൈവശം ഉണ്ടായിരിക്കും. അപ്പോൾ ഹെഡിന് അറിയാനായിട്ട് സാധിക്കും ഏതൊക്കെ പീരീഡ്സിൽ ഏതൊക്കെ ടീച്ചേഴ്സ് ആണ് ഇപ്പൊ ക്ലാസ്സുകളിൽ കയറിയിരിക്കുന്നതെന്ന് ഹെഡ് മാസ്റ്റർക്ക് അറിയാനായിട്ട് എന്ത് സഹായിക്കുന്നു? ടീച്ചേഴ്സ് ടൈം ടേബിള് സഹായിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്തത് മാസ്റ്റർ ടൈം ടേബിൾ ആണ് കേട്ടോ. ദിസ് ഇസ് ദ കൺസോളിഡേറ്റഡ് ടൈം ടേബിൾ ഫോർ ദ ഹോൾ സ്കൂൾ. ദിസ് വിൽ give a complete picture of the work of a school. It should be available with the headmaster. It will be him who teaches a particular class in given period and what subject he teaches. From this, the headmaster can know whether a teacher is having leisure or work at a particular point of time. More to the above, it is better to prepare and maintain different timetable. Okay. അതായത് ഈ മാസ്റ്റർ ടൈം ടേബിൾ എന്ന് പറയുന്നത് ഒരു സ്കൂളിന്റെ മൊത്തത്തിലുള്ള വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് മാസ്റ്റർ ടൈം ടേബിളിൽ ഉള്ളത്. ഇത് ടീച്ചേഴ്സ് ടൈം ടേബിളിൽ നിന്നും അതുപോലെ ക്ലാസ് ടൈം ടേബിളിൽ നിന്നും വ്യത്യസ്തമാണ്. അതായത് എല്ലാ കാര്യങ്ങളും സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നോ അതൊക്കെ ഈ ഒരു മാസ്റ്റർ ടൈം ടേബിളിലാണ് ഉണ്ടാവുക. ഈ ടൈം ടേബിൾ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്കൂളിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് പിക്ചർ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഹെഡ് മാസ്റ്ററിന്റെ പക്കലാണ് ഉണ്ടാവുക. പിന്നെ ഏതൊക്കെ സമയത്താണ്, അതായത് ഏതൊക്കെ പീരീഡിൽ ഏതൊക്കെ വിഷയങ്ങൾ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഏതൊക്കെ ടീച്ചർമാരാണ് കയറിയിരിക്കുന്നതെന്ന് ഈ ഒരു മാസ്റ്റർ ടൈം ടേബിളിലൂടെ, അതായത് ഇന്ന ടീച്ചർ ഈ ഒരു ക്ലാസ് എടുക്കാൻ കയറി, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഈ മാസ്റ്റർ ടൈം ടേബിളിൽ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഒരു ടീച്ചർ ഫ്രീ ടൈം ആണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ ടീച്ചർ ആ സമയം ഇപ്പൊ 1:30 തൊട്ട് 2:30 വരെ ഒരു ടീച്ചർ ലെഷർ ടൈമിൽ, അതായത് ഫ്രീ ടൈമിലാണോ, അല്ലെങ്കിൽ ആ ടീച്ചർ ഏതെങ്കിലും ഒരു പീരീഡിൽ കയറിയിട്ടുണ്ടോ എന്നറിയാനായിട്ട് മാസ്റ്റർ ടൈം ടേബിള് സഹായിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ താഴെ പറയുന്ന കാര്യങ്ങള് ഈ ടൈം ടേബിൾ, അതായത് ടൈം ടേബിളുമായി ബന്ധപ്പെട്ട ഡിഫറെന്റ് ടൈം ടേബിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താഴെ വരുന്നുണ്ട്. അതായത് ടീച്ചേഴ്സിന്റെ ലെഷർ ടൈം ടേബിൾ ഉണ്ട്, അതായത് അവര് ഫ്രീ ടൈം ഇരിക്കുന്നത് നമുക്കറിയാം. സ്റ്റാഫ് റൂമിലൊക്കെ ചില ടീച്ചേഴ്സ് ഫ്രീ ആയിട്ട് ഇരിക്കാറുണ്ട് അല്ലെ. അപ്പൊ ആ ഫ്രീ ടൈം എപ്പോഴാണെന്ന് ഹെഡ് മാസ്റ്റർക്ക് അറിയാനായിട്ട് സാധിക്കും. അതിനനുസരിച്ച് ഏതെങ്കിലും ക്ലാസ്സിൽ ടീച്ചേഴ്സ് അവൈലബിൾ അല്ലെങ്കിൽ ആ ടീച്ചറിനെ എന്ത് ചെയ്യും, ആ ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കാറില്ലേ? ഉണ്ടോ? ഇപ്പൊ യു പി സെക്ഷനിൽ ഒരു ടീച്ചർ ലീവാണ്, അവിടെ വേറെ 2 ടീച്ചർമാര് വെറുതെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് ഹെഡ് മാസ്റ്റർ ആ ഒരു ടൈം ടേബിൾ നോക്കിയിട്ട് എന്ത് ചെയ്യും? ആ ടീച്ചറെ ആ ക്ലാസ് റൂമിലേക്ക് ഇടും. അപ്പോ അതിന് സഹായിക്കുന്നതാണ് എന്ത്? മാസ്റ്റർ ടൈം ടേബിൾ എന്ന് പറയുന്നത്. പിന്നെ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ടൈം ടേബിള്, റൂം ടൈം ടേബിള്, ഹോംവർക്ക് ടൈം ടേബിൾ, അങ്ങനെ പലതരത്തിലുള്ള ടൈം ടേബിള് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ടൈം ടേബിളുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇനി അടുത്തത് ഒരു ആപ്ലിക്കേഷൻ ജോബ്, അതായത് റൈറ്റ് ആൻ ആപ്ലിക്കേഷൻ ഫോർ എ ജോബ്. ഒരു ജോബിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിന്റെ ഒരു ഫോർമാറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിക്കോളൂ.
വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം. രണ്ടെണ്ണമാണ് അവിടെ, രണ്ട് ഭാഗമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ആപ്ലിക്കേഷൻ ജോബിനുള്ള അതായത് ജോബിന്റെ ആപ്ലിക്കേഷൻ ഫോം, പിന്നെ രണ്ടാമത്തത് ടീച്ചേഴ്സിന്റെ ലീവ് ആപ്ലിക്കേഷൻ. അങ്ങനെ രണ്ട് ടൈപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നോക്കിയേ നിങ്ങള്. ഒരു ആപ്ലിക്കേഷൻ ഫോം ആണ് ജോബിന് വേണ്ടിയിട്ടുള്ള. അതിനകത്ത് ഫ്രം അഡ്രസ്സിൽ ആരാണോ അയക്കുന്നത്, അതായത് ജോബിന് വേണ്ടിയിട്ട് ആരാണോ അപ്ലൈ ചെയ്യുന്നത് അറിയാനായിട്ട് പറ്റും, നിങ്ങൾക്ക് അറിയാം. ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ജോബിന് വേണ്ടിയിട്ട് ആരാണോ അയക്കുന്നത് അയാളുടെ നെയിം, അഡ്രസ് വെക്കുക. പിന്നെ ടൂല് ദ കറസ്പോണ്ടന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം, അതായത് സ്കൂളിന്റെ പേര്, സ്കൂളിന്റെ അഡ്രസ് എഴുതുക. പിന്നെ സബ്ജക്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എ ടീച്ചർ. ഓക്കെ, അതായത് ടീച്ചർ പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെന്ന്. പിന്നെ റെസ്പെക്ടഡ് സർ ഓർ മാഡം, ഐ കെയിം ടു നോ ദാറ്റ് ദർ ഈസ് എ വേക്കൻസി ഫോർ ദ ടീച്ചേഴ്സ് പോസ്റ്റ്. I apply myself for the same. My biodata is in the overleaf. Being considered for the post, I will send the post. I will send sincere and result-oriented hard work for the development of your school. ഓക്കെ, അപ്പോ നിങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ ഇതിനകത്തോട്ട് അപേക്ഷിക്കുകയാണ്. എന്റെ ബയോഡേറ്റ ഓർലി, അതായത് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ പോസ്റ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യും എന്ന് ഉറപ്പ് തരുന്നു. താങ്ക് യു. യുവർ ഫെയ്ത്ത്ഫുള്ളി, സിഗ്നേച്ചർ, ഡേറ്റ്, പ്ലേസ്. അപ്പോ ഇത് നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ടാവും. ആരൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷൻ ജോബ് അയച്ചിട്ടുള്ളത്? ജോബിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇത് തന്നെയാണോ മാറ്റർ വരുന്നത്? അതില് അയച്ചിട്ടില്ല, ആരും സെൻഡ് ചെയ്തിട്ടില്ല. ആരും അയച്ചിട്ടില്ല ഇതുവരെ? അയച്ചിട്ടുണ്ട് അല്ലേ? ഇത് തന്നെയാണോ? മെയിൽ അയക്കുമ്പോ സബ്ജക്ട് കൊടുത്തിട്ട് അവിടെ മെയിലിലെ സ്കൂളിന്റെ നെയിം, ആ കോളേജിന്റെ നെയിം അങ്ങനെ വെച്ചിട്ട് അയച്ചേക്കണം. അതെ, എന്നിട്ട് പിന്നെ റെസ്യൂം അറ്റാച്ച് ചെയ്യില്ലായിരുന്നു. പിന്നെ ഒരു കവർ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് മെയിലില് റെസ്യൂമില് ലാസ്റ്റ് ഒരു പേജ് വെക്കും, കവർ ലെറ്റർ എന്ന് പറഞ്ഞിട്ട്. അതില് ഈ കോളേജിന്റെ പേരും ഗസ്റ്റ് ലെക്ചറിന്റെ പൊസിഷൻ അങ്ങനെ കൊടുത്തിട്ട് പിന്നെ ഏത് സബ്ജക്റ്റ് ആണോ പ്രിഫർ ചെയ്യുന്നത്, കൊമേഴ്സ് ആണെങ്കിൽ ആ കൊമേഴ്സ് അങ്ങനെ കവർ ലെറ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് മെയിൽ അയക്കുന്നത്. ടീച്ചേഴ്സ് ലീവ് ആപ്ലിക്കേഷൻ ആണ് അടുത്തത്. ഇതിനകത്ത് അതായത് ടീച്ചർ ലീവ് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ലീവിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ടീച്ചറുടെ നെയിം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് ആൻഡ് കോഡ്, അതായത് ടീച്ചറിന് ഒരു പ്രത്യേക തരം കോഡ് ഉണ്ടാകും, അതായത് പിന്നെ പോസ്റ്റ് ഉണ്ടാകും. ദാറ്റ് മീൻസ് അതായത് ചിലപ്പോൾ ടീച്ചർ സീനിയർ ടീച്ചർ ആകാം, അതായത് അവരുടെ റാങ്ക് ആണ്, അല്ലെങ്കിൽ അവർ ജൂനിയർ ടീച്ചർ ആയിരിക്കാം. അപ്പൊ അതിനെയാണ് പോസ്റ്റ് ആൻഡ് കോഡ് എന്ന് പറയുന്നത് കേട്ടോ. പോസ്റ്റ് എന്താണ്? സീനിയർ ടീച്ചർ വിത്ത് അവരുടെ കോഡ് നമ്പർ ഉണ്ടാകും. പിന്നെ ഹെഡ് ഓഫ് ദ ലീവ്, അതായത് ഹെഡ് മാസ്റ്ററിന്റെ പേരുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഡേറ്റ് ഫോർ വിച്ച് ദ ലീവ് റിക്വയർഡ്, അതായത് ഏത് ഡേറ്റിലാണ് ലീവ് വേണ്ടത് ആ ഒരു വിവരം, അതായത് ആ ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ടാകും.
പിന്നെ റീസൺ എന്താണ്? ചില ടീച്ചേഴ്സ് ചിലപ്പോൾ മാരേജ് കാരണമോ അല്ലെങ്കിൽ മെറ്റേണിറ്റി ലീവോ അല്ലെങ്കിൽ മറ്റ് പല ട്രീറ്റ്മെന്റ് ആവശ്യത്തിനായിട്ടൊക്കെ ലീവ് എടുക്കാം. അപ്പൊ അതിന്റെ റീസൺസ് എന്താണെന്ന് എഴുതുക. ദെൻ പെർമിറ്റഡ് നമ്പർ ഓഫ് ഡേയ്സ് ഫോർ ലീവ് അണ്ടർ ദിസ് ഹെഡ്, അതായത് എത്ര ദിവസത്തേക്കാണ് ലീവ് എടുക്കുന്നത്, എത്ര ദിവസമാണ് ലീവ് കിട്ടുന്നത് എന്നുള്ള കാര്യം അതിനകത്ത് ഉണ്ടാകും. പിന്നെ ലീവ് ഓൾറെഡി ടേക്കൺ, അതായത് ഇതിനു മുമ്പ് ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലീവിന്റെ എണ്ണം എത്രയാണെന്ന്. പിന്നെ ബാലൻസ് ഓഫ് ലീവ് അവൈലബിൾ, അതായത് നമുക്കറിയാം ടീച്ചേഴ്സിന് ഇത്ര ലീവ് എടുക്കാം എന്നുള്ളതുണ്ട് അല്ലെ. അപ്പൊ ആ ലീവ് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ ബാലൻസ് വരുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഒരു മാസം 4 ലീവ് ഉണ്ടെങ്കിൽ അതിനകത്ത് 2 ലീവേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ബാലൻസ് എത്ര ലീവാ വരുന്നേ? 2 എടുത്തിട്ടുള്ളതെങ്കിൽ 4 ഉണ്ട്, 4 ഉണ്ട്, ടോട്ടൽ 4. അതിനകത്ത് 2 ലീവ് എടുത്തു. ബാലൻസ് എത്ര ലീവ് ഉണ്ട്? 2 ലീവ്. 2 ലീവ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ അതായത് അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്ര ലീവ് എടുത്തു, ഇനി അതിനകത്ത് ബാലൻസ് വരുന്ന ലീവ് എത്രയാണ് അത് അവിടെ രേഖപ്പെടുത്തണം. പിന്നെ അതുപോലെ തന്നെ സിഗ്നേച്ചർ ഓഫ് ദ ആപ്ലിക്കന്റ്. ഓക്കെ, ഇനി ബാക്കി ഓഫീസ് യൂസിലാണ് വരുന്നത്. ലീവ് പെർമിറ്റഡ് ആണോ നോൺ പെർമിറ്റഡ് ആണോ, അതായത് ലീവ് അനുവദിച്ചിട്ടുണ്ടോ യെസ് ഓർ നോ എന്നുള്ളത് അവിടെ കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് പെർമിഷൻ, അതായത് എപ്പോഴാണ് ലീവ് അവർക്ക് കൊടുത്തിട്ടുള്ളത്, അതായത് അതിന് പെർമിഷൻ കിട്ടിയിട്ടുള്ളത്, ആ ഒരു കാര്യം. പിന്നെ ലീവ് വിത്ത് പേ, ലോസ് ഓഫ് പേ. ഇനി ചില ടീച്ചേഴ്സിന് ശമ്പളത്തോട് കൂടി ലീവ് കിട്ടാറുണ്ട്, ചിലവർക്ക് ശമ്പളം കട്ട് ചെയ്തുകൊണ്ടാണ്. നമുക്കറിയാം മെറ്റേണിറ്റി ലീവ് ഒക്കെ ആണെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിലൊക്കെ മെറ്റേണിറ്റി ലീവിന് നമുക്ക് ശമ്പളത്തോട് കൂടിയിട്ടുള്ള ലീവാണ് കിട്ടാറുള്ളത് അല്ലെ. അപ്പോ എന്താണ് വിത്ത് പേ ആണോ അല്ലെങ്കിൽ ലോസ് ഓഫ് പേ ആണോ എന്ന് മെൻഷൻ ചെയ്യണം. പിന്നെ സ്കൂളിന്റെ പേര് എഴുതണം. അതുപോലെ തന്നെ വെദർ ദ സെപ്പറേറ്റ് അക്സെപ്റ്റൻസ് ലെറ്റർ ഓഫ് ലോസ് ഓഫ് പേ ഈസ് അറ്റാച്ച്ഡ്. ഇനി ശമ്പളം കട്ട് ചെയ്തുകൊണ്ടുള്ള ലീവ് ആണെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകണം. പിന്നെ ചാനൽ ഓഫ് അപ്ലൈയിങ്, അതായത് ചിലവര് മെയിൽ വഴി അയക്കുന്നത്, ചിലവര് പോസ്റ്റ് വഴിയാകാം. അങ്ങനെ പല ചാനലിലൂടെ ആയിരിക്കും നമ്മൾ ലീവ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ആ ചാനൽ എന്താണെന്ന് എഴുതുക. Then I verified the balance of leave, it is days അല്ലേ, അതായത് ബാലൻസ് ലീവ് ഉണ്ടെങ്കിൽ അത് എത്ര ദിവസമാണ്. അതായത് ഇപ്പൊ ഒരു ടീച്ചർക്ക് 6 മാസത്തെ ലീവ് വേണമെങ്കിൽ 1 മാസത്തെ ബാലൻസ് ലീവ് അവർക്ക് ഉണ്ടെങ്കിൽ 5 മാസം ലീവ് കൊടുത്താൽ മതി അല്ലെ. അപ്പൊ ആ ഒരു ഡേയ്സ് എത്രയാണെന്ന് അവിടെ എഴുതണം. പിന്നെ സിഗ്നേച്ചർ ഓഫ് ഫോർവേഡിംഗ് അതോറിറ്റി വിത്ത് നെയിം ആൻഡ് പോസ്റ്റ് സീൽ, അതായത് ആ സ്കൂളിന്റെ അല്ലെങ്കിൽ ആ അതോറിറ്റിയുടെ ആ നെയിമും അവരുടെ സീല് വെക്കുക. പിന്നെ ലീവ് സാങ്ഷൻ ഓർ റെഫ്യൂസ്ഡ്, ലീവ് സാങ്ഷൻ ചെയ്തിട്ടുണ്ടോ റെഫ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് അവിടെ രേഖപ്പെടുത്തണം. പിന്നെ അതുപോലെ തന്നെ അതോറിറ്റിയുടെ നെയിം സീലൊക്കെ ലാസ്റ്റ് വെക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ലീവ് ആപ്ലിക്കേഷനിലുള്ളത് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ലീവ് ആപ്ലിക്കേഷനും ആക്ടിവിറ്റിയാണ് തരുന്നത്. ലീവ് ആപ്ലിക്കേഷനും അതുപോലെ ജോബ് ആപ്ലിക്കേഷൻ ഫോം ജോബിന്റെ അതും കൂടി ഒന്ന് ഈ ഫോർമാറ്റിൽ ഒന്ന് നിങ്ങളുടെ പേരൊക്കെ വെച്ചിട്ട് ഒന്ന് എഴുതിക്കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഇനി ചാപ്റ്റർ ഒന്നും ഇല്ല നമുക്ക് ബാക്കി, ഇനി പാർട്ട് 4 എടുക്കാനായിട്ട്. അപ്പൊ അടുത്ത 2 ക്ലാസ്സുകളിലായിട്ട് ഞാൻ പ്രാക്ടിക്കൽസുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ലാംഗ്വേജ് ഏരിയയുമായി ബന്ധപ്പെട്ട് ചില സ്കീമുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണ് അത്. 2 ക്ലാസ്സുകളിലായിട്ട് പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മാം ഇതിന്റെ മുന്നേ എന്താ ഒരു ആക്ടിവിറ്റി കൂടെ പറഞ്ഞ ഇത് സാമ്പിൾ ഓഫ് പേജ് ഫോർ ഒബ്സർവേഷൻ ഓഫ് എ ചൈൽഡ് അല്ലേ? അതെ. അപ്പൊ 3 ആക്ടിവിറ്റി കേട്ടോ. 3 ആക്ടിവിറ്റി എല്ലാരും ചെയ്യേണ്ടത് നിങ്ങൾ സമയം പോലെ എടുത്ത് ചെയ്താൽ മതി. ഇപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ആദ്യം ചെയ്യാം, ബാക്കി 2 പിന്നെ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ആഴ്ച, അതായത് പിന്നത്തെ ആഴ്ച എന്നെ കാണിച്ചാൽ മതി. ഇതിപ്പോ ഈ ചൈൽഡിന്റെ ഇത് ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് അതൊക്കെ എങ്ങനെ നമ്മുടെ കുട്ടിനെ ബേസ് ചെയ്തിട്ട് കുട്ടീനെ ബേസ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? ഇല്ല? അപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ. താങ്ക് യു. Thank you, ma'am. Thank you.